ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വീഡിയോ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഡിസ്പെൻസർ ഒന്ന് ഫില്ലാക്കുകയാണ്. കാരണം രാത്രി അതൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് കമ്മിറ്റി വെക്കും കേട്ടോ. അപ്പോൾ മോർണിംഗ് നല്ല ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് തോന്നും. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് വൃത്തികേടായി പോകും. അതുകൊണ്ട് എപ്പോഴും രാത്രി അത് ക്ലീൻ ആക്കി വെക്കും. അപ്പോൾ തന്നെ എൻ്റെ മോള് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നല്ല മൂഡിലല്ല. അപ്പോൾ ആളെ മൂഡ് ഒന്ന് മാറ്റാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ ഞാനിവിടെ ബ്രഷ് ചെയ്യിക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ബ്രെഡൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ബ്രെഡാണ് വാട്ടിയെടുക്കുന്നത് ചായക്ക്. അപ്പം ഒന്നിക്ക ബ്രെഡ് വാട്ടും, അല്ലെങ്കിൽ പഴം വാട്ടിയെടുക്കും, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയെടുക്കും. അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യാറ്. ബ്രെഡ് വാട്ടിയെടുക്കുന്ന സമയത്തുണ്ടല്ലോ, മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മിൽക്കും അതേപോലെ തന്നെ മിൽക്ക് പൗഡറും കൂടി ചേർക്കണം. അപ്പം നല്ല ടേസ്റ്റാണ്. ഞാൻ പൊതുവേ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. പക്ഷേ എൻ്റെ കയ്യിൽ മിൽക്ക് പൗഡർ അങ്ങ് തീർന്നു പോയിട്ടോ. അപ്പം പിന്നെ ഞാൻ വെറും മിൽക്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൽക്ക് പൗഡറും മിൽക്കും കൂടി ചേർത്തിട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മാത്രമല്ല, കൂടുതൽ ഡ്രൈ ആക്കിയിട്ടും നമ്മൾ ബ്രെഡ് വാട്ടിയെടുക്കാൻ പാടില്ല. കൂടുതൽ ഡ്രൈ ആക്കാതെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും വേണമെങ്കിൽ ഇതുപോലെ തന്നെയായിരിക്കും ചെയ്യാറ്. അഥവാ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പിന്നെ ചായ, അതിൻ്റെ കൂടെ തന്നെ ചായ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ പാത്രങ്ങളും കാര്യത്തിൻ്റെ ഒക്കെ ലിങ്ക് അത്യാവശ്യം ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്കൂളിലേക്കുള്ള യുദ്ധം ഒന്ന് നടത്താൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാം കൂടി ഒന്നിച്ചിട്ടായിരിക്കും. പിന്നെ ചായയൊക്കെ കുടിക്കുന്ന മുൻപായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കുടിക്കൂല. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പം തന്നെ ചായ കുടീൻ്റെ ആ ഒരു കാര്യമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഞാൻ അതൊക്കെ അവിടെ ക്ലീനാക്കി. അല്ലെങ്കിൽ സ്കൂൾ പോകുന്ന സമയത്ത് എല്ലാം കൂടി ഒറ്റക്കാവില്ല കേട്ടോ. എല്ലാം കൂടി ആകുമ്പം ഭയങ്കരമായിട്ട് ജോലിയായിരിക്കും. അപ്പോൾ പിന്നെ അവിടെ ഗ്ലാസ് വെക്കുന്ന ട്രേ ഒക്കെ ഒന്ന് കഴുകി വെക്കും. എന്നിട്ടാണ് നമ്മൾ ഗ്ലാസ് കഴുകിയതൊക്കെ അതിൻ്റെ മുകളിൽ വെക്കാൻ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലുള്ള വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വെഴുക്കൽ വരും. അതുകൊണ്ട് അത് ഡെയിലി രാവിലെ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കും. പിന്നെ തുടച്ച് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ അതിനിടയിൽ ഒന്ന് തുടച്ച് വെച്ചു. പിന്നെ മോളുടെ പിറകിലായി. പിന്നെ ഇനിയിപ്പം ഇവൾ എഴുന്നേൽക്കാൻ നല്ലതുപോലെ ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് അവളെ പിറകെ തന്നെ നടന്ന് ചെയ്യിക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ പിന്നെ അവൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇന്ന് ബിരിയാണിയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പം വിചാരിച്ചു ഇന്ന് ഒരു രാവിലെ സിമ്പിളായിട്ട് ഉപ്മാവായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാരറ്റും സവാള, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാനിലോട്ടേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ, പിന്നെ കറിവേപ്പില, കടുക്, പിന്നെ ഉഴുന്നുപരിപ്പ്, പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ഇവിടെ ക്യാരറ്റും സവാളയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ റോസ്റ്റ് ചെയ്ത റവ ആയതുകൊണ്ട് റോസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് റോസ്റ്റ് ചെയ്യണം. പിന്നെ കുളിക്കാനുള്ള വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. മോൾക്കിന് കുളിച്ച് കൊടുത്തിട്ട് റെഡിയാക്കുമ്പോൾ നല്ലതുപോലെ ലേറ്റ് ആവുമെന്ന് അറിയില്ല. പിന്നെ അവൾക്ക് സ്നാക്സ് ചെറിയ നാരങ്ങയാണ് കൊടുക്കുന്നത്. അവൾ പറഞ്ഞാൽ അതും മതി എന്ന് പറഞ്ഞു. അത്ര വലിയ പുളിയൊന്നും ഇല്ല, അതുകൊണ്ടാണ് അത് വെച്ച് കൊടുത്തത്. പിന്നെ വെള്ളമൊക്കെ തലേന്ന് ഞാൻ തിളപ്പിച്ചാറ്റി വെക്കും. പിന്നെ അതങ്ങ് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഉപ്മാവിനുള്ള നമ്മൾ ഈ റവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പം സാധാരണ ഇതിനുള്ള വെള്ളം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. പക്ഷേ അതിലും കൂടുതൽ സോഫ്റ്റ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കൂടുതൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് സാധാരണ ഒരു മീഡിയം ഒരു പരുവത്തിലെന്ന് പറയുന്നത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം കേട്ടോ. അങ്ങനെ മോൾക്ക് ഞാൻ ഈ ഉപ്മാവാണ് കൊടുക്കുന്നത്. അപ്പം കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ അവൾ കഴിക്കൂല. അതുകൊണ്ട് ആ ഒരു അളവിൽ മാത്രം ഇട്ട് കൊടുക്കണം. കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് അതിൽ ഞാൻ എടുത്ത് മാറ്റാണ് ചെയ്തത്. പിന്നെ അങ്ങനെ അവളുടെ കിറ്റൊക്കെ ഞാനിവിടെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ഇതും എല്ലാം കൂടി ഒന്നിച്ച് നമുക്കാവില്ല. ഇതൊക്കെ ഓരോന്നോരോന്ന് സമയം കിട്ടുമ്പോൾ ചെയ്ത് വെക്കും. പിന്നെയാണ് അവളുടെ യൂണിഫോം ഞാനിവിടെ അയൺ ചെയ്യുന്നത്. എത്ര തിരക്ക് പിടിച്ചാലും തലേന്ന് ചെയ്യുന്ന ആ ഒരു നല്ല ശീലമൊന്നും എനിക്കില്ല കേട്ടോ. പിന്നെ മോളെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവളൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അവൾ തന്നെ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ അവളുടെ പിറകെയുള്ള ഓട്ടമാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ ഒക്കെ അവൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് റോഡിലേക്ക് പോകണം. അവളുടെ ബസ് റോഡിലേക്ക് വരൂ. അപ്പം പിന്നെ നമ്മളിങ്ങനെ പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അവൾ കുറേ കോപ്രായങ്ങൾ കാട്ടാണ്.
അങ്ങനെ ഒടുവിൽ ബസ് വന്നു കേട്ടോ. 10 മിനിറ്റ് മുൻപായിട്ട് ഞാൻ അവിടെ പോയി നിൽക്കാറുണ്ട്. നമ്മളെ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങനെ മുൻപേ പോയി നിൽക്കുന്നത്. പിന്നെ മോന് ഞാൻ വരുമ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നിന്നിട്ടുണ്ട്. പിന്നെ അവൻ്റെ ലഞ്ചും ഞാൻ അങ്ങനെ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ അവനക്ക് എഴുതാനുള്ളതൊക്കെ എഴുതി അങ്ങനെ അവനും പോക്കാണ്. കാരണം 10:30 മണിയാണ് അവൻ്റെ ഒരു സ്കൂൾ ടൈം. അപ്പം അത്ര വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് കൊണ്ടുവിടുന്നത്. അവിടെ അടുത്ത് തന്നെ കേട്ടോ, അങ്ങനെ ദൂരമൊന്നുമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിനകത്ത് കയറി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു യുദ്ധം കഴിഞ്ഞ മാതിരിയാണ്. ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ആ സമയത്തൊന്നും നമ്മൾ നോക്കൂല. എല്ലാം നമ്മൾ സ്കൂളിലേക്ക് ലഞ്ചാക്കൽ പിന്നെ അങ്ങനെയുള്ള തിരക്കിലായിരിക്കും. അപ്പം പിന്നെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ആ സമയത്ത് എന്തായാലും നടക്കില്ല. എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ ഇതുപോലുള്ള ക്ലീനാക്കാൻ നിൽക്കാറ്. പിന്നെ കിച്ചണിൽ മാത്രം അപ്പം ചെയ്യും. പിന്നെ ബാക്കിയുള്ളതൊക്കെ എല്ലാം കഴിഞ്ഞ് സമാധാനത്തിലാണ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ അടിച്ചു വാരാൻ ഇതാക്കുക. പിന്നെ അത് സമാധാനത്തിൽ ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് അലക്കാനുള്ളതൊക്കെ അവിടെ ഇവിടെയൊക്കെയാണുള്ളത്. അതൊക്കെ എടുത്ത് ഞാൻ വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഇതൊന്ന് പിന്നെ കറക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു സമാധാനമാണല്ലോ. അതങ്ങനെ അതിൻ്റെ സമയത്ത് അങ്ങനെ ആയിക്കോളും. പിന്നെ അതിൻ്റെ പിറകെ നടക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ അതിൻ്റെ പിറകെ തന്നെ മോൾ അടിച്ചു വരുന്നുണ്ട്. പിന്നെ വിചാരിച്ചു കിച്ചണൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് സെറ്റാക്കിയ ശേഷം ബിരിയാണിയിലേക്ക് ഇറങ്ങണം. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം തീർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചെമ്പിൽ ഇങ്ങനെ വെള്ളം ഇതുപോലെ തിളപ്പിച്ച് വെക്കും. അങ്ങനെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരു ബൗൾ വെച്ചിട്ട് ഞാൻ എപ്പോഴും വേസ്റ്റൊക്കെ അതിലേക്കാണ് ഇടാറ്. കാരണം പിന്നെ നമുക്ക് അവിടുന്ന് അതങ്ങനെ കളയാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ജോലി എല്ലാം കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ക്ലീനാക്കി എടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. എന്ത് കട്ടാക്കുമ്പം അവിടെ ഒരു ബൗൾ വെക്കും. അങ്ങനെ തുടക്കൽ ഇതാക്കൽ ഒന്ന് കിച്ചണ് ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ആക്കിയ ശേഷം ഒന്ന് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയിൽ ഇറങ്ങണം. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഫുഡ് കഴിക്കാനിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കത്തെ പരിപാടിയിൽ നോക്കാൻ. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ചെമ്മീൻ ബിരിയാണിയും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റാക്കി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞ് വെജിറ്റബിൾസൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കലെന്ന് പറഞ്ഞാൽ വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. വീട്ടിൽ നിന്ന് ഞങ്ങൾ വീട് മാറിയ ശേഷമാണ് ഇതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എല്ലാം എൻ്റെ ഉമ്മയാണ് ചെയ്യാറ്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പം എല്ലാത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നല്ലതുപോലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നെ ഞാനിവിടെ ഇതുപോലുള്ള കണ്ടെയ്നറിലാണ് കറിവേപ്പിലും അതേപോലെ മല്ലിയിലും ഒക്കെ വെക്കുക. അപ്പോൾ അത്യാവശ്യം നീണ്ടു നിൽക്കും കേട്ടോ. നമ്മൾ പേപ്പറോട് കൂടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നശിച്ചു പോകും. അതുകൊണ്ട് ഇതുപോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കോ കേട്ടോ. എന്തായാലും നീണ്ടു നിൽക്കും. പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള ആവശ്യമുള്ള തക്കാളിയും പിന്നെ കച്ചമ്പറക്കുള്ള കുക്കുംബറൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പച്ചമുളകിൻ്റെ ഇതുപോലെ നല്ല നീറ്റാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നീണ്ടു വെക്കും കേട്ടോ. നനവോട് കൂടി വെക്കാതെ ഒന്ന് തുടച്ച് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നീണ്ടു വെക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നല്ലതുപോലെ കേടുവരും. അതുകൊണ്ട് അതിൻ്റെ മുട്ടൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി. പിന്നെ അപ്പോഴും തന്നെ ഞങ്ങൾ അവിടെ ക്ലീനൊക്കെ ആക്കി ഇനി ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം. ഇനി ബാക്കിയുള്ള പരിപാടി നമുക്ക് നോക്കണം. അങ്ങനെ ഞാൻ അതൊക്കെ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെമ്മീൻ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. പിന്നെ അതിൻ്റെ സാലഡൊക്കെ എൻ്റെ മോൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ ഗരം മസാല ഉണ്ടാക്കി വെച്ചു. ഗരം മസാല ഒക്കെ എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഒരു ടേസ്റ്റായിട്ട് തോന്നൽ. വാങ്ങിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകൊക്കെ ഒന്ന് ആക്കിയെടുക്കുക. എല്ലാം കൂടി ഒരു പേസ്റ്റാക്കി എടുക്കണം ബിരിയാണിക്ക്. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുത്ത് മാറ്റി വെക്കാം. പിന്നെ ചിക്കനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സവാളയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സവാള വഴന്ന ശേഷം തക്കാളി ചേർത്ത് കൊടുക്കും. പിന്നെ അപ്പുറം തന്നെ ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടായ ശേഷം ഒന്ന് സവാളയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുകയാണ്. ഗീയൊക്കെ ചേർത്ത് കൊടുത്തിട്ട്
സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പം തക്കാളിക്ക് നല്ല വാടിയ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ്. ഇനി നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അത് ഏകദേശം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക, ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിളക്കുന്ന സമയത്ത് അരി ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് ചെയ്തെടുക്കാറ്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ ബിരിയാണിക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പെപ്പർ പൗഡർ ഇതൊക്കെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ചെമ്മീൻ ചേർത്ത് കൊടുക്കുക, പിന്നെ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ വീഡിയോ കട്ടായി പോയതാണ്. അഥവാ മീനിന് ചില ആൾക്കാർ തൈര് ചേർക്കൂല, അപ്പം പിന്നെ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മളുടെ മസാല ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി കുരുമുളക് പൊടിൻ്റെ ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില അത്യാവശ്യം ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് ബിരിയാണിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നെയ്ച്ചോറും കൂടി നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ദമ്മിടണം. അപ്പോൾ ഇവിടെ പാലിൽ കുറച്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കളർഫുള്ളാക്കുകയാണ്. പിന്നെ മസാല ഇച്ചിരി ഒന്ന് ചേർത്തിട്ട് നമ്മളെ അടിവശം ഉണ്ടല്ലോ, ഫസ്റ്റ് സ്റ്റെപ്പ് അതൊന്ന് എല്ലാവരുമായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇങ്ങനെയാണ് ഉമ്മ ചെയ്യാറ്, അതുപോലെ തന്നെ ഞാനും ഒന്ന് കോപ്പി അടിച്ചതാണ്. പിന്നെ മസാല മുകളിലായിട്ട് നല്ലതുപോലെ ഒന്ന് ഫില്ലാക്കി എടുക്കുകയാണ്. ഏകദേശം 2 ലെയർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മസാലയിൽ അത്യാവശ്യം കുത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് കുറച്ച് കൂടിപ്പോയാലും വിഷയമൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളർഫുള്ളാക്കേണ്ട കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊരിച്ച് മാറ്റി വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മല്ലിയില ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ദമ്മ് വെക്കുക കേട്ടോ. ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു 20 മിനിറ്റോളം വെക്കുക. അപ്പോൾ തന്നെ ഇവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ സാവധാനം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ അതിൽ വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ വെന്തിട്ട് അതൊന്ന് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഫ്രൈ ആക്കി എടുക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 1 മണി 1:20 ആകുമ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചു. അങ്ങനെ പെട്ടെന്ന് കഴിച്ചു. പിന്നെ സാലഡും പിന്നെ ഞാൻ ഉണ്ടാക്കിയ അച്ചാറും ഫ്രൈയും കൂട്ടി കഴിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു ബിരിയാണി. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.